കുളി കഴിഞ്ഞു വരുന്ന മഹേഷിനെ കാത്തുന്ന പോലെ വൈകിയിരുന്നു. തൻ്റെ ഭാഗത്ത് എന്തേലും തെറ്റാണെങ്കിൽ സംസാരിക്കണം, അവൾ തീർച്ചപ്പെടുത്തിയിരുന്നു. ഹെയർപിന്നൊക്കെ ധൃതിയിൽ അഴിച്ചുമാറ്റി വാടിത്തുടങ്ങിയ മുല്ലപ്പൂവിൻ്റെ അസഹനീയമായ ഗന്ധം. തലയിൽ നിന്നും വലിച്ചെടുക്കുമ്പോൾ പൂക്കൾ നിലത്തെല്ലാം ചിതറി വീണു. തൻ്റെ ബാഗിൽ നിന്നും ഒരു ജോഡി ഡ്രസ്സെടുത്ത് സാരിയുടെ പിന്നഴിച്ചു മാറ്റി. മഹേഷ് കുളി കഴിഞ്ഞ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതേ ഷോൾഡറിൽ നിന്നും തെന്നി നീങ്ങിയ മുന്താണിയിൽ മുറുക്ക പിടിച്ചു. മഹേഷിൻ്റെ മുഖം കണ്ടിട്ട് ഒന്നയഞ്ഞ ഭാവം ഉണ്ടെന്ന് വൈകിക്ക് തോന്നി. മെല്ലെ അവൻ അരികിലേക്ക് ചെന്നു. ഹേഷേട്ടാ. കബോർഡിൽ നിന്നൊരു ടീഷർട്ട് എടുത്തവൻ മുഖം തിരിച്ചൊന്ന് നോക്കി. എന്നോട് എന്തേലും ദേഷ്യമുണ്ടോ? എന്തിന്? മടിച്ചു ചോദിക്കുന്നവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് മഹേഷ് ചോദിച്ചു. തെല്ലൊരാശ്വാസം തോന്നി. പിടിച്ചു വച്ചിരുന്ന ശ്വാസം നെടുവീർപ്പായി പുറത്തേക്ക് വിടുമ്പോൾ അവൻ്റെ മുഖഭാവം മാറുന്നതവൾ ഭയത്തോടെ നോക്കിക്കണ്ടു. അവൻ്റെ നോട്ടം ചിതറിത്തെറിച്ച് റൂമിൽ പരന്നു കിടക്കുന്ന വാടിയ പൂക്കളിലേക്കാണെന്ന് മനസ്സിലായി. എന്താ ഇതെന്ന് പറയടി, എന്താ ഇതെന്ന്? ഭ്രാന്തനെ പോലെ അലറി നിലത്തേക്ക് കൈ ചൂണ്ടി പറയുന്നവൻ്റെ ശബ്ദത്തിൽ വൈക വിറങ്ങലിച്ചു നിന്നുപോയി. കണ്ണിൽ കണ്ടതൊക്കെ മഹേഷ് തച്ചുടയ്ക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ തട്ടിത്തടഞ്ഞ് നിലം പതിക്കുന്നത് പോലും അറിയാതെ തറഞ്ഞു നിന്നിരുന്നവൾ ഒരു ഭ്രാന്തനെ പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. ഡ്രോയിൽ എന്തൊക്കെയോ തിരഞ്ഞ് വലിച്ചു വാരി പുറത്തേക്കെറിഞ്ഞു. ഏതോ ടാബ്ലറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ നിന്നും ഒന്നെടുത്ത് വായിലേക്കിട്ടപ്പോൾ പരിഭ്രാന്തിയോടെ വൈക അവൻ അരികിലേക്ക് ചെന്നു. മഹേഷേട്ടാ, എന്താ ഇതൊക്കെ? വെള്ളം. വായിലേക്കിട്ട ഗുളിക ഇറക്കാൻ പാടുപെട്ടവൻ പറയുമ്പോൾ ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്തവൾ കൊടുത്തു. പരവേശത്തോടെ പകുതിയിലധികം വെള്ളവും കുടിച്ച് ജഗ്ഗ് തിരികെ അവളുടെ കയ്യിലേക്ക് നീട്ടി. എന്താ മഹേഷേട്ടാ? ഒന്നും മിണ്ടാതെ തലയും താങ്ങി കട്ടിലിലേക്കിരുന്നവൻ. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വൈക മഹേഷിനെ ഉറ്റുനോക്കി നിൽക്കുമ്പോഴാണ് മാധവനും ദേവികമ്മയും പിന്നാലെ മഹിമയും മനുവും അതിവേഗം റൂമിലേക്ക് കയറി വന്നത്. അതേ വിവാഹവേഷത്തിൽ നിൽക്കുവാണ് വൈക. മഹി, മോനെ, മരുന്ന് കഴിച്ചോ? മൂളിക്കൊണ്ടവൻ തോളിലിരുന്ന അമ്മയുടെ കൈ തട്ടി നീക്കി ബെഡിലേക്ക് കിടന്നു. കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുന്ന മഹേഷിനെ ഒന്ന് നോക്കി മാധവൻ പുറത്തേക്കിറങ്ങി. വൈകിയുടെ ചോദ്യത്തെ ഒരുപക്ഷെ തനിക്ക് നേരിടാനാവില്ല. അപ്പോഴും കാര്യമറിയാതെ പകച്ചു നിൽക്കുന്ന വൈകിയുടെ അടുത്തേക്ക് ദേവകിയമ്മ കുനിഞ്ഞ ശിരസോടെ നടന്നെടുത്തു. അവനൊന്ന് ഉറങ്ങിക്കോട്ടെ, മോള് വാ. തിരിഞ്ഞൊന്ന് നോക്കി വൈക ദേവകിയമ്മയ്ക്ക് പിന്നാലെ പതിയെ പുറത്തേക്കിറങ്ങിച്ചെന്നു. മോള് പോയി ഇതൊക്കെ ഒന്ന് മാറി വാ. മഹിമേ, ഒന്ന് സഹായിക്ക. വാ. ആരെങ്കിലും ഇവിടെ നടക്കുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ചോദിക്കാൻ നാവ് പൊന്തിയെങ്കിലും വൈകിക്കതിന് കഴിഞ്ഞില്ല. പ്രതീക്ഷയുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ മുഖത്തേക്കും അവൾ നോക്കി. വായട്ടത്തി. മഹിമ നിഹാരയെ അമ്മയെ ഏൽപ്പിച്ച് അടുത്ത റൂമിലേക്ക് വൈകിയെ കൂട്ടിക്കൊണ്ടുപോയി. ആഭരണങ്ങൾ അഴിച്ചു വെച്ചു. തൻ്റെ കബോർഡിൽ നിന്നും ഒരു പുതിയ ചുരിദാർ എടുത്ത് മഹിമ വൈകിക്ക് നൽകി. സങ്കോചത്തോടെ വൈകി അത് വാങ്ങി. കുളിച്ചിട്ട് വാ, വേഗം കുളി കഴിഞ്ഞ് വരണം. തന്നോട് മഹിമയ്ക്ക് എന്തോ പറയാനുണ്ടെന്നും വൈകിക്ക് മനസ്സിലായി. എന്താകും പറയാനുണ്ടാകുക? വല്ലാത്തൊരു മാനസിക സംഘർഷം അവളെ പൊതിഞ്ഞു. സാരി മാറ്റി മിററിലൂടെ നെഞ്ചിലെ വിയർപ്പിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന താലി കയ്യിലെടുത്ത് നേരെയാക്കി നെഞ്ചോട് തന്നെ ചേർത്തു. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ മഹിമ തന്നെ മുഴുവനായി ഒന്ന് നോക്കി. ചുരിദാർ അല്പം ലൂസാണ്. മഹിമയ്ക്ക് തന്നേക്കാൾ വണ്ണമുണ്ട്. ഇത് കഴിക്കുക. ഒരു പ്ലേറ്റിൽ ചോറും ചുറ്റും എന്തൊക്കെയോ കറികളും. തനിക്കിപ്പോൾ ഭക്ഷണമല്ല ആവശ്യം. തൻ്റെ താലിയുടെ ഉടമ അദ്ദേഹത്തിന് എന്താ പ്രശ്നം? കഴിക്കുക. വേണ്ട പറഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന് വെള്ളമെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. പുറം കൈ കൊണ്ട് ചുണ്ടു തുടച്ചു നീക്കി. മഹിമ അരികിലേക്ക് വന്ന് ചരടിൽ കോർത്ത താലി അഴിച്ചെടുത്ത് മാലയിൽ അണിയിച്ചു. ഏട്ടന് ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, മഹിമ മെല്ലെ പറഞ്ഞു തുടങ്ങി. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ദേഷ്യം വരും.
നിയന്ത്രിക്കാനാവാത്ത വിധം ചിലപ്പോൾ പെരുമാറും. ഒരുപാട് നിയന്ത്രിക്കാനാവാതെ വരുമ്പോൾ മെഡിസിൻ. എന്തൊക്കെ ഈ പറയുന്നത്? വാക്കുകൾക്കൊപ്പം വിതുമ്പലും പുറത്തേക്ക് വന്നു. ഒരാശ്രയത്തിനായി വൈഗ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നുപോയി. ഏട്ടത്തി കരുതുന്നത് പോലെ മെൻ്റലി ഏട്ടനും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മഹിമ പെട്ടെന്ന് പറഞ്ഞു. വൈഗയുടെ കലങ്ങിയ കണ്ണുകൾക്കൊപ്പം തീക്ഷ്ണമായ നോട്ടത്തെ നേരിടാനാവാതെ മഹിമ തല താഴ്ത്തി. പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇപ്പോൾ ഞങ്ങളൊക്കെ അതിനോട് പൊരുത്തപ്പെട്ടു. കുടുംബം, കുട്ടികൾ, ഏട്ടത്തിയുടെ സ്നേഹം ഒക്കെ ആകുമ്പോൾ ഏട്ടൻ മാറും. അതാ ഡോക്ടറും പറഞ്ഞത്. എന്തിനാ എന്തിനാ എന്നെ? നിലത്തേക്ക് ഊർന്നിരുന്ന് ചോദിക്കുമ്പോൾ കഴുത്തിലെ താലിയിൽ അവൾ മുറുക്കെ പിടിച്ചു. ഏട്ടത്തിയുടെ അമ്മാവൻ ഇതൊക്കെ അറിയാം. ഞെട്ടലോടെ വൈക തലയുയർത്തി. ഏട്ടത്തിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞിരുന്നവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തനിക്ക് ഏറ്റവും അധികം വേദനിച്ചത് ഇപ്പോഴാണെന്ന പോലെ വൈക പൊട്ടിക്കരഞ്ഞു. കപട സ്നേഹം കാണിച്ച് ചതിക്കുമായിരുന്നു. തൻ്റെ വിധി ഇതാണെങ്കിൽ തൻ്റെ അനുജത്തിമാർക്ക് ഏത് തരത്തിലുള്ള ജീവിതമാകും അവർ നൽകുക? അവളുടെ നെഞ്ചൊന്ന് കാളി. എനിക്ക് എനിക്ക് എൻ്റെ അനുജത്തിമാർ ആരുമില്ല. എനിക്ക് പോകണം. അധികം വിശ്വസിച്ച ആൾ സ്നേഹം നടിച്ച് ചതിച്ച വേദനയിൽ തൻ്റെ അനുജത്തിമാരുടെ അവിടെയുള്ള ജീവിതം ഓർത്ത് ആർത്തു കരഞ്ഞുകൊണ്ട് വൈഗ മഹിമയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ആർക്കും ഒരു ഉപദ്രവത്തിനും വന്നില്ലല്ലോ. ഞാൻ എൻ്റെ അനുജത്തിമാർക്കൊപ്പം ജീവിച്ചതല്ലേ. എന്തിനാ എല്ലാവരും കൂടെ ഞങ്ങളെ എങ്ങനെയെങ്കിലും? അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. അവളുടെ വാക്കുകളിൽ ആരോടും ദേഷ്യമില്ല, പകയില്ല. കൂടെ നിന്ന് ചതിച്ചവർ തൻ്റെ അനുജത്തിമാർക്കും ഇങ്ങനെയൊരു വിധി നൽകുമോ എന്ന ഭയം മാത്രമേ ഉള്ളൂ. തൻ്റെ വിധിയോർത്ത് വേദനിക്കുന്നതിനേക്കാൾ അനുജത്തിമാരെക്കുറിച്ചുള്ള നോവ് മാത്രമാണ് അപ്പോഴും അവളിൽ. വൈകി എവിടെ? സ്റ്റെയർകേഴ്സ് ഇറങ്ങി വരുന്ന മഹിമയെ കണ്ട് അവൾക്ക് പിന്നാലെ നോക്കി ദേവകിയമ്മ അങ്കലാപ്പോടെ ചോദിച്ചു. അറിഞ്ഞതിൽ നിന്നും ഒരു പാവം പെണ്ണാണ് വൈഗ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. മനു ഫോണിൽ നിന്നും മുഖമുയർത്തി. വൈഗയുടെ പ്രതികരണം അറിയണം. റൂമിലുണ്ട്, കരച്ചില്ല. മിക്കവാറും ഇന്ന് തന്നെ പോകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ വല്ലതും നിന്നോട് പറഞ്ഞോ? മനു ചോദിച്ചു. പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ തോന്നുന്നു. പാവമാണമ്മേ. ഞാൻ മോഹനനെ വിളിച്ചിരുന്നു. ഇവിടെ വരെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അയാൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ ആ കുട്ടിയെ. നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ. മാധവൻ തങ്ങളുടെ മകൻ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലേലും മകൻ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ എന്നും ന്യായീകരിച്ചാണ് ശീലം. ചെറുപ്പം മുതൽക്കേ അവനിലെ വാശിയും ദേഷ്യവുമെല്ലാം കുഞ്ഞല്ലേ എന്ന് കരുതി ഏതൊരച്ഛനമ്മമാരെയും പോലെ ഒഴിവാക്കി വിട്ടു. അവൻ വളരുമ്പോൾ അതൊക്കെ മാറുമെന്ന് കരുതി അവൻ്റെ വാശിക്കും താളത്തിനും ഒപ്പം തുള്ളി. വീട്ടിലെ വളർത്തുമൃഗങ്ങളെ വല്ലാതെ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഡോക്ടറുടെ നിർദ്ദേശം തേടിയത്. ഓവർ ഫ്രസ്ട്രേഷൻ തോന്നുമ്പോഴാണ് ദേഷ്യവും അവനിലെ ഭാവമാറ്റങ്ങളും എന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. ചിലപ്പോഴൊക്കെ സാധാരണ പോലെ പെരുമാറും, ചിലപ്പോൾ സ്വയം ഉപദ്രവിക്കും. തൻ്റെ മകനൊരു സൈക്കോ ആണെന്ന് പറയാൻ ആ അമ്മയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടത് കിട്ടാൻ എന്തും ചെയ്യും. അങ്ങനെ നേടിയതാണ് വൈഗയെയും. ആ റൂമിൻ്റെ മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്ന ഇരിപ്പാണ് വൈഗ. അടഞ്ഞുകിടന്ന റൂം ആരോ തുറക്കുന്നതിനൊപ്പം വെളിച്ചവും അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ടും വൈഗ അതേ ഇരിപ്പ് തുടർന്നു. മോളെ. അരികിലിരുന്ന് ദേവകിയമ്മ വിളിക്കുമ്പോൾ കാൽമുട്ടിനിടയിൽ നിന്നും മുഖമുയർത്തി അവൾ നോക്കി. എല്ലാം മോഹനോട് ധരിപ്പിച്ചിരുന്നു. 15 പവൻ്റെ സ്വർണവും 5 ലക്ഷം രൂപയും അയാൾ വാങ്ങിയിരുന്നു. മരവിച്ച അവസ്ഥയിലിരിക്കുന്നത് കൊണ്ടാകാം അവളിൽ നിന്നും പ്രത്യേകിച്ചൊരു ഭാവമാറ്റമൊന്നും തോന്നിയില്ല. ഇമജിമ്മാതെ ഒരു ദിശയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന അവളുടെ മിഴികൾ മാത്രം നിശബ്ദമായി തേങ്ങി. എത്ര ഭംഗിയായിട്ടാണ് കൂടെ നിന്നും ഓരോരുത്തരും നമ്മെ ചതിക്കുന്നത്. വൈഗ, 5 ലക്ഷം രൂപയും
നിങ്ങൾ തന്ന ഈ 15 പവനുമാണ് എൻ്റെ വില. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും വൈകിക്ക് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. മോളെ, മഹി തന്നെയാ മോളെ കണ്ടിഷ്ടപ്പെട്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്. അവൻ്റെ ഈ സ്വഭാവത്തിൽ എന്തേലും മാറ്റം ഉണ്ടാകുവാണേൽ ഉണ്ടാകട്ടെ എന്ന് കരുതി. എല്ലാം വൈകിയുടെ അമ്മാവനോട് സംസാരിച്ചപ്പോൾ സമ്മതിക്കുകയും ചെയ്തു. മഹേഷേട്ടൻ തന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? അതൊരു പുതിയ അറിവായിരുന്നു വൈകിക്ക്. ഇതൊക്കെ അങ്ങ് മാറും. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാണെങ്കിലോ എല്ലാം അറിയുന്നത്. മോൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ അവനെ? അവരുടെ മുഖത്തേക്ക് നോക്കി വൈക തല വിലങ്ങനെ അനക്കി. ശരിയാണ്, അങ്ങനെയൊന്നും തനിക്ക് ചെയ്യാൻ കഴിയില്ല. എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി താഴേക്ക് വാ, മോഹനൻ താഴെ വന്നിട്ടുണ്ട്. വൈകദേവികമ്മയെ മുഖച്ചൊളിച്ചു നോക്കി. ചോദിക്കണം, ആ മുഖത്ത് നോക്കി ചോദിക്കണം, എന്തിനാണ് തന്നോടിങ്ങനെ ഒരു ചതി ചെയ്തതെന്ന്. കവിളത്തോടെ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് മുഖം കഴുകി വാഷ്റൂമിൽ കിടന്ന വെള്ള ടവലിൽ മുഖം തുടച്ചു. വാഷ്റൂമിലെ കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. നെറ്റിയിൽ പടർന്ന ചുവപ്പിൽ നിന്നും നോട്ടം ടോപ്പിന് പുറത്ത് നെഞ്ചൊപ്പമുള്ള താലിയിലേക്ക് എത്തിയപ്പോൾ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവയെ സ്വതന്ത്രമായി പെയ്യാൻ അനുവദിക്കാതെ പുറത്തേക്കിറങ്ങി. ദേവകിയമ്മ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തന്നെ കണ്ടതേ വരാൻ പറഞ്ഞ് പുറത്തേക്കിറങ്ങി. സ്റ്റെയർ ഇറങ്ങി ചെല്ലുമ്പോഴേ കണ്ടു ഹാളിൽ മഹേഷേട്ടൻ്റെ അച്ഛനൊപ്പം ഇരിക്കുന്ന അമ്മാവനെ. ഒരുപാട് നാളത്തെ പരിചയക്കാരെ പോലെ ഇരുവരും സംസാരിച്ചിരിക്കുന്നു. അരികിൽ മനുവും നെഹമോളും ഉണ്ട്. വൈകിയെ കണ്ടതേ കയ്യിലിരുന്ന ചായക്കപ്പ് ടേബിളിലേക്ക് വെച്ച് മോഹൻ എഴുന്നേറ്റു. ചിരിയോടെ ഇരുന്ന ആ മുഖഭാവം മാറിയിട്ടുണ്ട്. പ്രഹസനം. ദേവകിയമ്മ നിഹമോളെ എടുത്ത് അടുക്കളയിലേക്ക് പോയി. മാധവൻ മനുവിനെ നോക്കി കണ്ണുകൾ ചലിപ്പിച്ച് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. മോളെ. അരങ്ങത്ത് തങ്ങൾ മാത്രമായപ്പോൾ മോഹനൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. എന്തിനാ എന്നോടിങ്ങനെ? തൊണ്ടയിൽ കുടുങ്ങിയ ഗദ്ഗതത്തെ തടയാൻ അവളൊരു പാഴ്ശ്രമം നടത്തി. തന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെയൊന്നും ചോദിക്കാൻ. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ മോഹനൻ വീണ്ടും വിളിച്ചു. മോളെ. ഒരു ദേഷ്യവുമില്ല. ചെയ്തു തന്നതിനൊക്കെ നന്ദി. അത്രത്തോളം വേദനയോടെ വിതുമ്പലടക്കി അവൾ പറഞ്ഞു. ശരിയാണ്, ചെയ്തതൊക്കെ തെറ്റാണ്. മഹേഷ് നല്ല പയ്യനാ. പിന്നെ നല്ലൊരു കുടുംബമല്ലേ. ആവശ്യത്തിലധികം സമ്പത്ത്. ഞാൻ ചിന്തിച്ചപ്പോൾ നിനക്കും നിൻ്റെ അനുജത്തിമാർക്കും സുഖമായി ജീവിക്കാം. ഇവർ തന്ന 5 ലക്ഷം നിൻ്റെ അനുജത്തിമാരുടെ പേരിൽ ബാങ്കിലിട്ടിട്ടുണ്ട്. നിറഞ്ഞ കണ്ണുകൾ വിടർത്തി വൈക മോഹനനെ മുഖം ഉയർത്തി നോക്കി. ശരിക്കും പറഞ്ഞതാണോ? എനിക്കെന്തിനാ മോളെ പണമൊക്കെ? ആധാരം പണയം വെച്ച് തന്നെയാ കല്യാണ ചിലവൊക്കെ അമ്മാവൻ നടത്തിയത്. ഭാവയുടെ കോളേജ് ഫീസ് ഈ വർഷത്തെ മുഴുവൻ അടച്ചു തീർത്തു. അപ്പോൾ തന്നെ മോഹനോടുള്ള ദേഷ്യമൊക്കെ എവിടെയോ പോയി മറിഞ്ഞിരുന്നു വൈകിക്ക്. തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ അനുജത്തിമാർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായല്ലോ എന്നൊരാശ്വാസത്തോടെ നന്ദിയോടെ അവൾ മോഹനെ നോക്കി. ഭാവയും വേദമോളും വിളിച്ചോ? അവരോടൊന്നും പറയണ്ട, വിഷമിക്കും. മോഹനൻ പറഞ്ഞപ്പോൾ അവൾ മൂളി. മോള് മഹേഷിനോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം. സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല മോളെ. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. അമ്മാവൻ ഇറങ്ങിയേക്കുക. പിന്നെ മോളെ. തിരിഞ്ഞയാൾ അവൾക്കരികിലേക്ക് വന്നു. വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോരാൻ എളുപ്പമാ. പോരുമ്പോൾ വാങ്ങിയ പണമൊക്കെ എങ്ങനെ കൊടുക്കാം എന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം പോരാൻ. ഭാവയ്ക്ക് ഫീസ് അടയ്ക്കാൻ തന്നെ നല്ലൊരു തുക ചിലവായി. ഇനിയും അടുത്ത വർഷത്തെ ഫീസുണ്ട്. എല്ലാം നോക്കണ്ടേ? അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് തട്ടിച്ചിരിയോടെ പറയുമ്പോൾ അയാളുടെ ശാന്തമായ ശബ്ദത്തിലെ ഭീഷണി അവൾ തിരിച്ചറിഞ്ഞിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് മോഹനൻ ഇറങ്ങി. മോള് വന്നിരുന്ന് വല്ലതും കഴിക്ക്, ദേവകിയമ്മ വിളിച്ചു. മഹേഷേട്ടൻ
അവൻ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വന്നോളും. മോള് വാ. ബന്ധുക്കാരെല്ലാം കെട്ടുകഴിഞ്ഞത് തിരികെ പോയി. ഓരോരുത്തർക്കും 100 കൂട്ടം ജോലിയല്ലേ. അധികം ആരും അറിയിച്ചുമില്ലേ. അതൊരു കണക്കിന് നന്നായി എന്ന് വൈകി ഓർത്തു. അല്ലെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ താൻ അഭിനയിക്കണ്ടേ. എത്രയൊക്കെ ആയാലും താലി കെട്ടിയവനാണ്. ദേവികമ്മയ്ക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത്. വൈകിയെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് തിരികെ പോകുമോ എന്ന് ഭയന്നിരുന്നു. ദേവികമ്മ മാത്രമല്ല, മാധവനും മനുവിനും മഹിമയ്ക്കുമൊക്കെ ചെറിയ തോതിൽ ഭയം തോന്നിയിരുന്നു. വൈകി പോയാൽ മഹേഷ് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയില്ല. അടുക്കളയിൽ ദേവകിയമ്മയ്ക്കൊപ്പം നിൽക്കുമ്പോഴും മനസ്സ് മുഴുവൻ ഇന്ന് സംഭവിച്ച ഓരോ കാര്യങ്ങളാണ്. മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമെന്നോണം മിഴികൾ അനുസരണക്കേട് കാട്ടുന്നു. മഹിമയുടെ കയ്യിലിരുന്ന കുഞ്ഞ് തൻ്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഞെട്ടലോടെ ഉണർന്നത്. കുഞ്ഞിനെ നോക്കി ചിരിയോടെ കൈ നീട്ടി. അമ്മേ! ഹോളിൽ നിന്നും മഹേഷിൻ്റെ അലറിയുള്ള ശബ്ദം വൈകി ഞെട്ടലോടെ കേട്ടു.